ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാവതി വിശാലിനോട് പറയും, ഗായത്രിയുടെ വേർപാടിൽ വിഷമിച്ചു വളരുന്ന നിന്നെ കണ്ടപ്പോൾ അന്ന് തുടങ്ങിയ സഹതാപത്തിൽ നിന്നുണ്ടായ സ്നേഹമായിരിക്കാം, ഇല്ലെങ്കിൽ ഏതോ ഈശ്വര കൽപ്പിതം. അപ്പോൾ വിശാല് പറയും, അമ്മയുടെ ഈ സ്നേഹത്തിന് ഞാൻ എന്ത് പകരം തന്നാലാണ് മതിയാവുക? അപ്പോൾ പ്രഭാവതി പറയും, അമ്മയ്ക്കൊന്നും വേണ്ട മോനെ, എൻ്റെ കുഞ്ഞിൻ്റെ ഈ സ്നേഹം മാത്രം മതി. നിന്നിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? അപ്പോൾ വിശാല് പറയും, പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉടനെ തന്നെ ഞാൻ അമ്മയുടെ പേരിൽ എഴുതി തരും. അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചപ്പോഴായിരുന്നില്ലേ എനിക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അമ്മ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ആ രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ പ്രഭാവതി പറയും, അതൊന്നും ഇപ്പോൾ വേണ്ട, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം എൻ്റെ കുഞ്ഞിൻ്റെ മുറിവുകളൊക്കെ ഭേദമായി നീ പൂർണ്ണ ആരോഗ്യവാനാവട്ടെ. അപ്പോൾ വിശാല് പറയും, ഇതൊക്കെ ഭേദമാവുന്നവരെ കാത്തിരിക്കൊന്നും വേണ്ട അമ്മേ. അപ്പോൾ പ്രഭാവതി പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ പ്രാധാന്യം നിന്റെ ആരോഗ്യമാണ്. നിനക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. പ്രഭാവതി വിശാലിനോട് പറഞ്ഞതെല്ലാം പാർവതി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പാർവതി ഇതൊക്കെ കേട്ടു എന്ന് മനസ്സിലാക്കിയ പ്രഭാവതി പാർവതിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയും, എന്തൊരു രക്തത്തിളപ്പായിരുന്നോടി നിനക്ക്. ആ നിന്നെ കൊണ്ട് തന്നെ സ്വത്തുക്കൾ എനിക്ക് തരാൻ തയ്യാറാണെന്ന് ഞാൻ പറയിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് അകത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണുന്നത്. കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആരോ ആത്മഹത്യക്ക് ഒരുങ്ങി ഫാനിൽ കയറി തൂക്കി കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ പാർവതി വിചാരിക്കും, എൻ്റെ ഉദയനരമ്മേ ആത്മഹത്യയാണല്ലോ കണ്ടത്. ആരാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതിന് കാരണം എനിക്ക് അറിയാനാവുന്നില്ലല്ലോ. ദൈവമേ, ആരാണത്? എവിടെയാണ് ആത്മഹത്യ നടക്കുന്നത്? ഈ കാഴ്ച ഇപ്പോൾ എനിക്ക് എന്തിനാ കാണിച്ചു തന്നത്? എനിക്കിതിനുള്ള ഉത്തരം തരണേ അമ്മേ. പിന്നെ കാണിക്കുന്നത് പാർവതി ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പറയും, ഉദയനൂരമ്മേ, വിശാൽ സാർ ഇപ്പോൾ അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി, പ്രയാസങ്ങളൊന്നുമില്ല. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപകടത്തിൽ നിന്നും നീ കാത്തുരക്ഷിച്ചതിന് കോടി കോടി നന്ദി. ഇനിയൊരു ആപത്തും വിശാൽ സാറിന് വരുത്തല്ലേ അമ്മേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജയ പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. എന്നിട്ട് പറയും, നിനക്കൊരു മുന്നറിയിപ്പ് തരാനാണ് പാർവതി ഞാനിപ്പോൾ വന്നത്. നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് അറുതി വരാൻ പോകുന്നു. ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അത് ഒരു ചീത്ത സ്ത്രീയാണ്. അവൾ നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവളെ നീ സൂക്ഷിക്കണം, കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജയ പോവുകയാണ്. അപ്പോൾ പാർവതി വിചാരിക്കും, ആരായിരിക്കും വരാൻ പോകുന്നത്? ജയ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്? അതേസമയം പ്രഭാതി വിനയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, നീ ഈ വീട്ടിലേക്ക് വരാനുള്ള സമയമായി മോനെ. പാർവതിയുടെ അതിരവിട്ട കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളിപ്പോൾ ഈ വീട്ടിലെ സർവാധികാരിയായി ചമയുകയാണ്. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വിശാലിനെ സ്വാധീനിച്ച് ഇവിടുത്തെ സ്വത്തുക്കൾ ഞാൻ എൻ്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എഴുതി തരാൻ വിശാലൻ തയ്യാറായിരുന്നു. പക്ഷേ അവൾ തടസ്സമുണ്ടാക്കി. അങ്ങനെ എൻ്റെ പ്ലാനുകൾ ഓരോന്നോരോന്നായിട്ട് അവൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിനയ്, ഇനി നീ ഇവിടെ വരണം. നീ വന്നാൽ മാത്രമേ നമുക്ക് അവളെ പൂട്ടിക്കെട്ടാൻ സാധിക്കൂ. അപ്പോൾ വിനയ് പറയും, അങ്ങനെയാണോ അമ്മേ കാര്യങ്ങൾ? അമ്മ വിഷമിക്കാതെ, ഞാൻ ഉടനെ വരാം. പാർവതിയെ നമുക്ക് ഒതുക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ പ്രഭാവതി പറയും, നീ വൈകാതെ വരണം. ഇന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ ഈ വരവ് സർപ്രൈസ് ആയിട്ടേ ഇവിടെയുള്ളവർക്ക് തോന്നാവൂ. നമ്മൾ തമ്മിൽ നിരന്തരം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ആരും അറിയരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അപ്പോൾ പ്രഭാവതി പറയും, നീ വന്നിട്ട് വേണം സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പാർവതി എവിടെ നിന്ന് പടിയടിച്ച് പിണ്ടം വയ്ക്കാൻ. അപ്പോൾ വിനയ് പറയും, എന്നാൽ ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു, അമ്മ ഫോൺ വെച്ചോ. പിന്നെ കാണിക്കുന്നത് വിനയും ഒരു പെണ്ണും കൂടെ കാറിൽ ഗായത്രി നിലയത്തിൽ വന്നിറങ്ങുന്നതാണ്. കാറിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വരികയാണ് കേട്ടോ. വിനയെ കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. അപ്പോൾ പ്രഭാവതി ഗാർഗയോട് ചോദിക്കും, നീ എന്താ ഗാർഗി ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നത്? ഇത് നിന്റെ ഹസ്ബൻഡ് അല്ലേ? കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതിൻ്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. നോക്കി നിൽക്കാതെ നീ അവൻ അകത്തേക്ക് വിളിച്ചു പോ. അപ്പോൾ വിനയോട് പറയും, വിനയ് റിയോട് ചോദിക്കും, അമ്മയെയും അച്ഛനെയും ആൻറ്റിയൊക്കെ നിനക്ക് മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ ഗോപിനാഥ് ചോദിക്കും, വിനയ് ഇത്ര നാൾ എവിടെയായിരുന്നു? ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. എന്നെക്കുറിച്ച് അന്വേഷിച്ചില്ലല്ലോ നിങ്ങൾ ഇതുവരെ. ഞാൻ എവിടെയായിരുന്നെന്ന് ആർക്കറിയണ്ടായിരുന്നല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ വിശാല് പറയും, ഞങ്ങളാരും നിന്നെ മറന്നിട്ടില്ല മോനെ. നീ എവിടെയാണെന്ന് വെച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുക. അഡ്രസ്സ് ഉണ്ടോ? ഫോൺ നമ്പർ ഉണ്ടോ? പിന്നെ എവിടെ പോയി തിരക്കും? നിന്റെ നമ്പറിൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഒരു വിവരവും കിട്ടിയില്ല. അപ്പോൾ വിനയ് പറയും, ഞാനൊരു ഓട്ടപ്രദക്ഷിണത്തിലായിരുന്നു, നാട് മുഴുവൻ അലഞ്ഞു. ഇപ്പോൾ ഇതാ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ ഗോപിനാഥ് ചോദിക്കും, ആരാ ഈ പെൺകുട്ടി? അപ്പോൾ വിനയ് പറയും, സോറി, പരിചയപ്പെടുത്താൻ മറന്നു, ഇത് റിയ.
ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും, വിനയുടെ സെക്രട്ടറി ആണോ? നോ, ഇതെൻ്റെ സെക്രട്ടറി ഒന്നുമല്ല, ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട്. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ സുശീല ചോദിക്കും, ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ വെറും ഗേൾ ഫ്രണ്ട് ആണോ അതോ? അപ്പോൾ വിനയ് പറയും, റിയ എൻ്റെ എല്ലാമാണ്. ആൻറ്റിക്ക് ഇപ്പോൾ വ്യക്തമായില്ലേ? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇവളാണ് ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ. ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, നീ എന്തായി പറയുന്നത്? നീ താലി കെട്ടിയ ആളല്ലേ ഗാർഗി? ഇത് മറന്നിട്ടാണോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നീ എന്തായി കാണിച്ചത്? അപ്പോൾ വിനയ് പറയും, ആരും ഇതിൽ വികാരം കൊള്ളണ്ട, കൂടുതൽ ചോദ്യം വേണ്ട, എല്ലാവർക്കും ഉള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ ഗാർഗിയെ വിവാഹം കഴിച്ചിട്ട് എത്ര നാളായി, എത്ര വർഷമായി? എന്നിട്ട് ഇവൾക്കൊരു അമ്മയാവാൻ സാധിച്ചോ? എൻ്റെ ചോരയിലൊരു കുഞ്ഞിനെ തരാൻ ഇവൾക്ക് സാധിച്ചോ? അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ മച്ചിയായി നിന്നെ ചുമന്നുകൊണ്ട് നടക്കണോ? അതിന് എന്നെ കിട്ടില്ല. വിനയ്ക്ക് വലുതേ വിനയുടെ ലൈഫ് തന്നെയാണ്. അതിനി ആർക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നിന്നെയൊക്കെ ഡിവോഴ്സ് ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പോൾ പ്രഭാതി വന്നിട്ട് വിനയുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നീ എന്ത് വർത്തമാനമാണടാ ഈ പറയുന്നത്? ഇത്രനാൾ വീടെന്നോ ഭാര്യയെന്നോ ഒരു ചിന്തയില്ലാതെ നാട് മുഴുവൻ ചുറ്റിയിട്ട് ഇപ്പോൾ എവിടെ നിന്നോ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അല്ലേ? അവൾക്ക് വേണ്ടി ഒന്നും അറിയാത്ത ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നു. അത് ശരിയാണോ? ഇതിലെന്ത് ന്യായമാണുള്ളത്? അപ്പോൾ പാർവതി ജയ പറഞ്ഞ കാര്യം ഓർക്കണം കേട്ടോ. എന്നിട്ട് വിചാരിക്കും, ജയ പറഞ്ഞ ആ ചീത്ത സ്ത്രീ ഇവളായിരിക്കുമോ? അപ്പോൾ പ്രഭാവതി വിനയോട് ചോദിക്കും, ഗാർഗിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് നീ എന്തർത്ഥത്തിലാണ് പറയുന്നത്? കുട്ടികളില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം, ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും ചെയ്യാതെ ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഗോപിനാഥ് പറയും, അവനിപ്പോൾ വന്നതേ ഉള്ളൂ പ്രഭാവതി, നീ ഇങ്ങനെ ഒച്ചയെടുക്കാതെ. നീ പറയുന്നത് അയൽവക്കത്തുള്ളവർ കേട്ടാലേ നമുക്ക് നാണക്കേടല്ലേ? നമുക്ക് അകത്തിരുന്ന് സമാധാനത്തോടെ സംസാരിക്കാം. ഇത് കേട്ടതും ഗാർഗി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, പാർവതി, നിന്റെ അന്ത്യം കുറിക്കുന്ന കളിയുടെ തുടക്കമാണിത്. ഇനി നീ എന്തൊക്കെ അടവുകൾ പയറ്റിയാലും ഇവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റില്ല. ഇവൻ വിനയ് നിന്നെ ഭസ്മമാക്കാൻ പോകുന്ന കാളകൊട വിഷമാണ്. അതേസമയം റൂമിലെത്തിയ ഗാർഗി വിനയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് കരയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അവഗണിച്ച് വിനയ് ജീവിച്ചിട്ട് ഇപ്പോൾ കുറ്റം മുഴുവൻ എൻ്റേത് മാത്രമായി. എന്തുകൊണ്ട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ല എന്ന് വിനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ അയാൾക്ക് എങ്ങനെ എന്നെ പഴിക്കാനാവുന്നു? ഇത്രയും നാൾ വിനയ്ക്ക് വേണ്ടി കാത്തിരുന്നതാണ് ഞാൻ. എന്നിട്ട് എനിക്കിപ്പോൾ ഇങ്ങനൊരു വിധിയാണല്ലോ ഉണ്ടായത്. വിനയ് എന്നെ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ എനിക്ക് എന്ത് ജീവിതമാണ് ഉണ്ടാവുക? എൻ്റെ ഈ ജീവിതം തന്നെ പാഴായി പോവില്ലേ? എൻ്റെ ജീവിതം നശിക്കും. ജീവിതം നശിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്താണ് അർത്ഥം? വേണ്ട, ഇനി ഈ ജീവിതം വേണ്ട. ഞാനൊരു ശല്യമായി വിനയുടെ മുമ്പിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അതേസമയം ഗോപിനാഥ് പ്രഭാവതിയോട് പറയും, ഇപ്പോൾ വിനയെ ശകാരിച്ചിനും തല്ലിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രഭാവതി, നീയാണ് വിനയെ വളർത്തി വലുതാക്കി ഇങ്ങനെ നാശമാക്കിയത്. വളർത്തുദോഷം അല്ലാതെ എന്ത് പറയാനാ? അപ്പോൾ പ്രഭാവതി പറയും, ഗോപിയോട്ട് എന്ത് വർത്താനായി പറയുന്നത്? ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായോ? വിനയെ മാത്രമല്ല വിശാലിനെയും ഞാൻ തന്നെയല്ലേ വളർത്തിയത്. എന്നിട്ട് അവൻ വഴിതെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഇവൻ നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ വിനയ് വഴിതെറ്റിയത് എൻ്റെ വളർത്തു ദോഷമായി കാണരുത്. വിനയ് ഈ വിധത്തിലായതും ഇപ്പോൾ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതും അവൻ്റെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ പാർവതി പറയും, ഇത് കുറച്ചെന്താ മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയായിപ്പോയി, മഹാമോശമായിപ്പോയി. ഗാർഗിയുടെ മനസ്സിപ്പോൾ എന്തുമാത്രം ഒരുങ്ങുന്നുണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ സുശീല പറയും, ഇതിപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ, ഇതുപോലെ എത്ര സ്ഥലത്ത് നടക്കുന്നു. ഇതിപ്പോൾ ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞ് വിനയെ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഗാർഗി ഒന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ കഴിയണം, ഇല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങി ഇവിടുന്ന് പോകണം. അപ്പോൾ ഗോപിനാഥ് പറയും, അവിവേകം എഴുന്നള്ളിക്കരുത് സുശീല നീയെ. ഇപ്പോൾ നീ പറഞ്ഞതാണോ ഇതിനുള്ള പരിഹാരം? നമ്മുടെ ഗാർഗി നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഗാർഗിയുടെ ഭാഗത്തു നിന്നാണ്, അല്ലാതെ മര്യാദകേട് കാണിച്ച വിനയുടെ ഭാഗത്തു നിന്നല്ല. അതേസമയം ഗാർഗി ഒരു കയറും എടുത്ത് കൊണ്ടുവന്ന് ആത്മഹത്യക്ക് ഒരുങ്ങാണ്. അപ്പോഴേക്കും അവിടേക്ക് പാർവതി വന്ന് ഗാർഗി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ സമാധാന വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ജയ പാർവതിയോട് പറഞ്ഞ ആ ചീത്ത സ്ത്രീ റിയ തന്നെയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.